ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു അടിപൊളി ബീഫ് വരട്ടിയതാണ്. ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ല, ഗൾഫിലോട്ട് പോകാനുള്ളതാണ്. അപ്പം നമ്മുടെ അടുത്തുള്ള ചേച്ചിയുടെ മോൻക്ക് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇതുപോലെ ഗൾഫിൽ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. എനിക്കിഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടുണ്ട് ബീഫ്, ചെറിയുള്ളി, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പ്, മസാലപ്പൊടികൾ നമുക്കിത് നന്നായിട്ട് കുക്കറിൽ ഒന്നായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഞാൻ മസാലപ്പൊടികൾ എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ബീഫ് അവർ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതുകൊണ്ടാണ് വീണ്ടും എന്നോട് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കത് തയ്യാറാക്കി കൊടുക്കാം. വാ, അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ടു. ഇനി വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മസാല ഒന്നായിട്ട് കുഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 2 പാത്രത്തിലാക്കി കുഴച്ചിട്ട് ഒന്നിച്ച് കുക്കറിലിടാൻ വിചാരിച്ചപ്പോൾ മല്ലിപ്പൊടി ഇട്ടു 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളകും പൊടി കുറച്ച് മതി, കാരണം നമ്മളിവിടെ കുരുമുളകും പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവ് ഇനി കുറച്ച് മതി, കാരണം കുരുമുളകും പൊടി കൂടെ വരുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് എരിവുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഈരുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അത് ലാസ്റ്റ് നമ്മളിത് വെന്ത ശേഷമാണ് നമ്മളത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ കുക്കറിൽ ഇതേപോലെ അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെറും 5 വിസിൽ മതി. ആകെ വന്നത് അതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ മീൻ ഒരു വരട്ടിയ പോലെ തയ്യാറാക്കാം. നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചീരുള്ളി, വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, അപ്പോൾ ഇത് 3 ചീരുള്ളി ഞാൻ അരിഞ്ഞെടുത്തതാണ്. വെളുത്തുള്ളി പിന്നെ ചെറുതായതുകൊണ്ട് അരിയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് 3 ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കിടന്നിട്ട് വേവട്ടെ. എന്നിട്ട് നമുക്കിതിലേക്കും കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. നല്ല ടേസ്റ്റാണ് തയ്യാറാക്കിയാൽ, കാരണം നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കാത്ത എന്താ അറിയോ, നമുക്ക് കൊണ്ടുപോകാനുള്ള, ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പം തേങ്ങാക്കൊത്തിട്ടാൽ ചിലപ്പോൾ അത് കേട് വരും. അപ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതാവുമ്പോൾ നമുക്ക് കേട് വരില്ല. നമ്മൾ സാധാ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കേട് വരും. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടണം. ഇനി നമുക്കിതിലേക്ക് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ആ ഉള്ളിലൊക്കെ കുരുമുളകും പൊടി പിടിക്കുന്ന ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇനി ഇതിലൊന്ന് നന്നായിട്ട്, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബീഫ് ഉണ്ടല്ലോ, കുക്കറിൽ റെഡി ആയിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ആ ചെറിയ തീയിൽ കിടന്ന് അങ്ങോട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ബീഫ് നമ്മൾ കഴുകി വെച്ചപ്പം അതിലുള്ള വെള്ളം മാത്രമാണ്, വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ട് വെള്ളം വറ്റണം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ കുരുമുളകുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഈ ചെറിയ തീയിൽ ഇത് കിടന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ചൂടാറിയിട്ട് വേണം നമുക്കിത് കവറിലൊക്കെ ആക്കാൻ, കാരണം കൊണ്ടുപോകാനുള്ളതല്ലേ. ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നിങ്ങൾക്കും ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.